പാർലമെന്റ് നടന്നു തന്നെ ഇതിൽ നട്ടുച്ചയ്ക്ക് പാർലമെന്റ് നടുത്തളത്തിലേക്ക് രണ്ട് ചെറുപ്പക്കാർ എടുത്ത് ചാടി അവർ അവിടെ പുകയൊക്കെ അടുപ്പിച്ച് നാശമാക്കി. നമുക്ക് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ വലിയൊരു നാണക്കേടായിപ്പോയി. മാത്രമല്ല ലോക രാജ്യങ്ങളിലെ ടെലിവിഷൻ നെറ്റ്വർക്കുകളിലൊക്കെ തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതായിരുന്നു വലിയ വാർത്ത. ഒരു സുരക്ഷാ പാളിച്ച തന്നെയാണ് ഇന്നലെ നടന്നത്. പാർലമെന്റിൽ സ്മോക്ക് സ്പ്രേ ആക്രമണം നടത്തിയ കേസിൽ UAPA ചുമത്തി 6 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവിധ അന്വേഷണ ഏജൻസികളും പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നു. വിഷയം സഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ഇരു സഭകളിലും അടിയന്തര പ്രമേയത്തിന് അവർ നോട്ടീസ് കൊടുക്കും. സുരക്ഷാ വീഴ്ചയായിരിക്കും ചൂണ്ടിക്കാട്ടുക. ഇന്ത്യ സഖ്യം ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരും. അതേപോലെ ബൽറാം നെടുങ്ങാടി ഉണ്ടാവും ഡൽഹിയിൽ നിന്ന്. ആദ്യം കേസിൻ്റെ അന്വേഷണം എങ്ങനെ പോകുന്നുവെന്നറിയാൻ പാർലമെൻറ്റ് സ്ട്രീറ്റിൽ നിന്ന് ആ പോലീസ് സ്റ്റേഷൻ്റെ പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ് നിതിൻ അംബുജൻ ചേരുക. അതുപോലെ പാർലമെൻറ്റിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ചേരും. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഗുഡ് മോർണിംഗ്. ആൻഡ് ബൽറാം നെടുങ്ങാടി, അതിലും വലിയ ഗുഡ് മോർണിംഗ്. പറയൂ നിതിൻ, എന്തൊക്കെയാണ് നിതിൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ആ പോലീസ് സ്റ്റേഷനാണോ കേസൊക്കെ ചാർജ് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ സംഭവമാണ് പാർലമെന്റിലെ സ്മോക്ക് ഷെൽ ഉപയോഗിച്ചുള്ള ആക്രമണം. ഞാൻ ഈ നിൽക്കുന്ന പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ്. ഇന്നലെ തന്നെ പ്രതികളെല്ലാം തന്നെ കൊണ്ടുവന്നത്. 4 പ്രതികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. 4 പ്രതികളുടെയും അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിനകത്ത് ഈ ആക്രമണം നടത്തിയ സാഗർ, അതോടൊപ്പം തന്നെ മനോരഞ്ജൻ, കൂടാതെ പാർലമെന്റ് പുറത്ത് പോലീസ് പിടികൂടിയ നീലം, അമോൾ അടക്കമുള്ള 4 പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മറ്റുള്ള 2 പേർ ലളിജ, അതോടൊപ്പം തന്നെ വിക്കി ശർമ്മ, ഇരുവരെയും ഗുരുഗ്രാമിൽ വെച്ചാണ് പിടികൂടിയെന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതിൽ വിക്കി ശർമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഈ പ്രതികളെല്ലാം തന്നെ ആസൂത്രണം നടത്തിയത്. എന്തായാലും കൃത്യമായ ആസൂത്രണത്തിലുള്ള ഒരു ആക്രമണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ UAPA ചട്ടപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനൊരു ഭീകരവാദ സ്വഭാവം ഉണ്ട് എന്നൊരു നിലയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇന്ന് വിവിധ ഏജൻസികൾ ഈ പ്രതികളെ ചോദ്യം ചെയ്യും. ഈ 4 പ്രതികൾ ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലുണ്ട്. മറ്റ് 2 പേരും ഗുരുഗ്രാമിലാണ് ഉള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ലളിജ, അതോടൊപ്പം തന്നെ വിക്കി ശർമ്മ, ഇവരാണ് ഇതിനുശേഷം, അതായത് പോലീസ് പറഞ്ഞ 5-ാമനും 6-ാമനും, ഇവരെല്ലാം തന്നെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ സാധിച്ചായിട്ടാണ് പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പ്രതികൾ എങ്ങനെ ഒരുമിച്ചെത്തി, മാത്രമല്ല എന്താണ് ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേവലം ഒരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനപ്പുറം എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന ഒരു നിലയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഭീകരവാദ സ്ക്വാഡും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ NIA അടക്കമുള്ള സംഘമെല്ലാം തന്നെ ഈ പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് കണക്കാക്കുന്നത് ഇവർ സോഷ്യൽ മീഡിയ വഴി, സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെയാണ് ഇവർ ഒരുമിച്ച് ഇത്തരം ഒരു ഓപ്പറേഷനിലേക്ക് ആസൂത്രണം ചെയ്യുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഇവർ ഗുരുഗ്രാമിലെ വിക്കി ശർമ്മയുടെ ഈ ഫ്ളാറ്റിൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ആസൂത്രണം ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം ഒരു ആക്രമണം എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. എന്തായാലും പാർലമെന്റും ഇതിനു മുൻപും പ്രതികൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന നിലയിലൊരു അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കാരണം അത്തരമൊരു കൃത്യമായ ആസൂത്രണം ചെയ്യാതെ ഈ പ്രതികൾക്ക് ഉള്ളിൽ കടക്കാനോ അതല്ലെങ്കിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണുവെട്ടിച്ച് ഈ ഒരു വസ്തു ഉള്ളിൽ കൊണ്ടുപോകാനോ, മാത്രമല്ല നേരെ ഈ MP-മാർ ഇരിക്കുന്ന സീറ്റിലേക്ക് ഇങ്ങനെ ചാടാനോ കഴിയില്ല എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം ഈ വിഷയത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ നിലയിൽ ഒരു ഗൗരവമായ ഒരു സ്വഭാവത്തോടുകൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇന്നലെ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പ്രതികൾ 4 പേരും നീലം, അതോടൊപ്പം തന്നെ സാഗർ, മനോരഞ്ജൻ, കൂടാതെ അമോൾ അടക്കമുള്ള 4 പ്രതികൾ ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലുണ്ട്. SKN. താങ്ക് യു നിതിൻ അംബുജൻ. ഇനി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രാജ്യത്തിന് ഇന്നലെ ഉച്ചയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഡൽഹി ഇപ്പോൾ എങ്ങനെയാണ് അക്കാര്യത്തിലും ചിന്തിക്കുന്നത്? ഗുഡ് മോർണിംഗ് SKN സൂചിപ്പിച്ച പോലെ തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പോലും ഇന്ത്യക്ക് തല താഴ്ത്തേണ്ടി വന്ന നിമിഷങ്ങളാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടടുപ്പിച്ച് ഉണ്ടായത്. അതിന്റെ ആഘാതം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിന് മുന്നിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇന്ന് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. രാവിലെ ഇപ്പോൾ പാർലമെന്റ് ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെതായ ജീവനക്കാർ അടക്കമുള്ളവരാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ
അകത്തേക്ക് പ്രവേശിക്കുന്നത് അവരെയെല്ലാം കൃത്യമായ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ സുരക്ഷാ പരിശോധനകളോടെയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഒപ്പം തന്നെ നിലവിൽ നൽകിയ പാസുകൾ ആവശ്യമുള്ള ആളുകളുടെ പാസുകൾ മാത്രം നിലനിർത്തി മറ്റുള്ളവർ റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതേസമയം ഇന്ന് സഭ സമ്മേളിക്കുമ്പോൾ അത് പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കാകും സാക്ഷ്യം വഹിക്കുക എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ സമ്മേളനത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത്. എങ്ങനെയാണ് പുതിയ അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ട്, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു പുതിയ കെട്ടിടത്തിനകത്ത് ഇത്തരത്തിൽ അക്രമികൾക്ക് കടന്നു കയറാനും അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഈ അക്രമ പ്രവർത്തനം നടത്താനും കഴിഞ്ഞത് എന്ന വലിയ ചോദ്യം ബാക്കിയാണ്. ആ ചോദ്യത്തിന് സർക്കാരിന് മറുപടി നൽകിയേ തീരൂ. ഇന്ന് സഭ ആരംഭിക്കുമ്പോൾ തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന് പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. ഒപ്പം ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രതിപക്ഷം. ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ വിഷയത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. ഈ അന്വേഷണത്തിൽ ഇതിനൊരു ആഭ്യന്തരമന്ത്രി സഭയിൽ വിശദീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ വിശദീകരണം നൽകുകയാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയമായ വിശദീകരണം, ഏത് സംഘടന എന്തുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള വിഷയങ്ങളിലാണ് പ്രതികരണം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിന് ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളും അതീവ പ്രാധാന്യമുണ്ട്. ഇന്നലെ ഇവിടെ വെച്ചാണ് ഈ പാർലമെന്റിന് പുറത്ത് ഉണ്ടായിരുന്ന 2 അക്രമികൾ ഈ ആക്രമണം നടത്തിയത്. ഈ മേഖല ഇപ്പോൾ പോലീസ് പൂർണ്ണമായും കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലാണ് പുറമേ നിന്നും 2 പുകഷെല്ലുകളാണ് ഈ പുറമേ ഉണ്ടായിരുന്ന അക്രമികൾ ഉപയോഗിച്ചത്. അതിൽ ചുവന്ന പുകഷെൽ ഉപയോഗിച്ച ഭാഗമാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഫോറൻസിക് സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തി ഈ വിവരങ്ങൾ, തെളിവുകൾ അടക്കമുള്ളവ ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും എങ്ങനെയാണ് ഈ നിലവിലുള്ള പരിശോധനകളെ മറികടന്നുകൊണ്ട് അകത്ത് കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഏത് രാസവസ്തുക്കളാണ് ഈ പുകശല്ലിൽ ഉപയോഗിക്കുന്നത് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. തുടർന്ന് സുരക്ഷയൊരുക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ്. അതേസമയം ഈ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇരു സഭകളിലും ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇന്ന് ഉയർന്നു വരും എന്ന് ഉറപ്പായിരിക്കുകയാണ്. സർക്കാർ അത് കൃത്യമായി നേരിടാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ കൂടി സർക്കാർ കടക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം സഭയിൽ ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇന്ന് സഭയിൽ IPC, CRPC ഒപ്പം തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയുടെ ഭേദഗതി ബില്ലിലുള്ള ചർച്ചകൾ 12 മണിക്കൂർ ചർച്ചകൾ ഇന്ന് ആരംഭിക്കാനാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ലോക്സഭയിൽ. അതനുസരിച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ ആക്രമണം അതീവ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി മാത്രം തുടർന്ന് നടപടികൾ മുന്നോട്ടു പോകാം എന്ന ഒരു നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സഭാ നടപടികൾ ആരംഭിക്കുന്നതോടുകൂടി ഇക്കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു സ്വഭാവം, ഇത് എങ്ങനെ നേരിടുമെന്നത് സംബന്ധിച്ചുള്ള സർക്കാരിന്റെ രീതിയും കൃത്യമായി തന്നെ വ്യക്തമാകും. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ സംഭവത്തിൽ കൃത്യമായ ഒരു വിശദീകരണം വേണം എന്ന ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. SK. ഓക്കെ, താങ്ക് യു അലക്സ് റാം. ബൽറാം നെടുങ്ങാടിയും അതേപോലെ നിതിൻ അംബുജനുമാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും വലിയൊരു നാണക്കേടായിപ്പോയി. കാര്യം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉള്ളിലേക്ക് ഗാലറിയിൽ നിന്ന് ഒരാൾ തളത്തിലേക്ക് ചാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് അത്യാഹിതങ്ങൾ ഉണ്ടായില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.